ശിവകാർത്തികേയൻ നായകനായിട്ട് സുധാ കുങ്കരയുടെ സംവിധാനത്തിൽ രവി മോഹൻ, അഥർവ, ശ്രീലീല എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്ന് ജി വി പ്രകാശിൻ്റെ മ്യൂസിക്കിലൂടെ പുറത്തിറങ്ങാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയാണ് പരാശക്തി. ഇത് സുധാ കുങ്കര മുമ്പ് പ്ലാൻ ചെയ്തത് സൂര്യനെയും നമ്മുടെ ദുൽഖർ സൽമാനെയൊക്കെ വെച്ചായിരുന്നു, നസറിയ അവരെയൊക്കെ വെച്ചിട്ടായിരുന്നു ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് സൂര്യ ചിത്രത്തിൽ നിന്ന് പിന്മാറുകയും കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നെന്നാണ് ഈ തോന്നുന്നത്. അന്ന് ഈ സിനിമയുടെ പേര് വേറൊരു പേരായിരുന്നു, പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ആ സിനിമ അങ്ങനെ പ്ലാൻ ചെയ്യുകയും തുടർന്ന് സൂര്യ അതിൻ്റെ അകത്തുനിന്ന് പിൻവാങ്ങുകയൊക്കെ ചെയ്ത് എന്തോ പൊളിറ്റിക്കൽ ഇഷ്യൂ എന്താണെന്ന് മനസ്സിലാകുന്നില്ല, അറിയില്ല, ക്ലിയർ കട്ട് കാര്യങ്ങൾ അറിയില്ല. അപ്പം അതിനുശേഷമാണ് ഇതിനകത്തേക്ക് ശിവകാർത്തികേയൻ വരുന്നതും രവി മോഹൻ വരുന്നതും അഥർവ വരുന്നതും ശ്രീലീല വരുന്നതും ഒക്കെ പെട്ടെന്നായിരുന്നു. എന്തായാലും പടം റിലീസാകാൻ പോവാണ്. ജനുവരി 10-ാം തീയതിയാണ് റിലീസ് വെച്ചിരിക്കുന്നത്. സത്യത്തിൽ വിജയ് സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് ഒരിക്കലും ക്ലാഷ് ആയിട്ടൊരു സിനിമയും കൊണ്ട് വെക്കാറില്ലാത്തായിരുന്നു. ഇത്തവണ എന്തായാലും ഇതൊരു പൊളിറ്റിക്കൽ ഗെയിം ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് 10-ാം തീയതി കൊണ്ടുപോയി ഈ സിനിമ ഇറക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് കളികളുണ്ടെന്നുള്ളത് ചോറ് തിന്നുന്നവർക്കറിയാം, അതുകൊണ്ട് പിന്നെ പറയേണ്ട കാര്യമില്ല. എന്തായാലും ഈ പടത്തിൻ്റെ ട്രെയിലർ വന്നു. എനിക്ക് തോന്നി ഇന്നലെ 4-ാം തീയതിയോ 5-ാം തീയതിയോ മറ്റോ ആണ് ട്രെയിലർ ഇറങ്ങിയത്. ഞാൻ എന്തായാലും കണ്ടിട്ടില്ല, നിങ്ങളോടൊപ്പം ഇരുന്ന് കാണാമെന്ന് കരുതിയിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ട്രെയിലർ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഹൈപ്പ് കണ്ടു കഴിഞ്ഞാൽ അത് ഞെക്കി ഹൈപ്പ് കൂട്ടാൻ മറക്കരുത്. ഹൈപ്പ് കൊടുക്കുക. വെൽക്കം ടു സിനി പീഡിക. അപ്പം സൺ ടി വിയുടെ ചാനലിലൂടെയാണ് ഇത് റിലീസ് ചെയ്തിരിക്കുന്നത്. 3 മിനിറ്റ് 17 സെക്കൻഡ് ഉണ്ട്. കോപ്പിറൈറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ട്രെയിലറെ കാണൂല, അല്ലെങ്കിൽ അതിൻ്റെ ഓഡിയോ കേൾക്കില്ല, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കാം, അറിയില്ല. ചിലപ്പോഴാണെങ്കിൽ ഓടാനും ചാൻസ് ഉണ്ട്. ലെറ്റ്സ് സീ. ഓക്കെ, ലെറ്റ്സ് റിയാക്ട്. मद्रासी दिल्ली आता, मद्रासी हिंदी बोला, हिंदीकारर मधुरा आता, हिंदीकारर तमिழ் बोला. இன்னைக்கு ரசம் சோறுதானா? ரசம் சோறுலாம் சாப்பிட மாட்டீங்களோ? வாரம் தோறும் வீட்டுக்கு வந்து பாரு. எதுக்கு? கேள்வி போடுற ரசம் சோறு தட்டிங்க வா. நமஸ்காரம். ரெக்கமெண்டேஷன் வந்து உயிரை வாங்குது தண்டம். வணக்கம். காலை செய்திகள். நாடெங்கும் அனைத்து மாநிலங்களிலும் இந்தியை அதிகாரപൂർവ്വமாக എനിക്ക് ശ്രീലീലയുടെ കേസ്, ശ്രീലീലേനെ അത് വലിയൊരു ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്തുകൊണ്ടാണ് ആൾക്കാർ ഭയങ്കര ശ്രീലീല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചാടുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഒരു ഭയങ്കര ആക്ടിങ് ക്വാളിറ്റി ആയിട്ടോ, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു പേഴ്സണാലിറ്റി ആയിട്ടോ കാണുമ്പോൾ തന്നെ ആക്ട്രസ് ആടാ എന്ന് തോന്നുന്ന ഒരു ഫീലൊന്നും ഇതുവരെയും ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് ഐ ഡോണ്ട് നോ വൈ ആൾക്കാരൊക്കെ ഇങ്ങനെ നടക്കുന്നത്. സുധാ കുങ്കര തൊട്ട് മുമ്പിട്ടുണ്ടായിരുന്ന സൂര്യ റിപ്പോർട്ടർ എന്ന് പറഞ്ഞ സിനിമയിലും ആ ഒരു പീരിയോഡിക് സംഭവങ്ങൾ കാണിക്കുന്നതിൽ ഗംഭീരമായിരുന്നു. ഇവിടെയും അതിനൊരു കുറവും വന്നിട്ടില്ല എന്നാണ് ഓരോ ഫ്രെയിംസ് കാണുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തുടർന്ന് നമുക്ക് കാണാം. ஆட்சி மொழியாக்கும் சட்டம் இயற்றப்பட உள்ளது. 8ஆம் கிளாஸ் படிச்ச என்ன படிக்காத தற்கூரி ஆகிட்டாங்க. அப்போ மூத்த பேரா இருக்கான்ல, இந்திய திணிக்கிற மத்திய சர்க்காருக்கு அடிமை வேலை பார்த்து நல்லா சம்பாதிக்கிறானே. இந்த வீட்டு குலசாமிடாவே. எனக்கு ஹிந்தி சொல்லி கொடு. இப்படி அழுக்க மூட்டையா வந்தா மண்டையில எப்படி ஏறும்? சுத்த பத்தமா பா. ஓயா. நானும் போக மாட்டேன். பொறுக்கி. யார பொறுக்கின்ற? கறி பொறுக்கி. அண்ணா பெரியார் கிட்ட விருது வாங்கின நீ இந்த புள்ள கிட்ட அடி வாங்கி ஹிந்தி கத்துக்கிட்டு குழப்பம் நடத்துமாடா. സുധാ കുങ്കരയുടെ കഴിഞ്ഞ പടത്തിലും ഈ ലേഡി ക്യാരക്ടറിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. സൂര്യ റിപ്പോർട്ടർ എന്ന് പറഞ്ഞ സിനിമ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇവിടെയും ലേഡി ക്യാരക്ടറിനൊരു മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. അത് ആക്ച്വലി നല്ലൊരു കാര്യമാണ്. സുധാ കുങ്കരയുടെ എല്ലാ പടത്തിലും അങ്ങനെയാണ്. സോ നല്ല രസമുണ്ട്. എന്നാലേ ഒരു മീറ്റർ പിടിച്ച് അല്ലെങ്കിൽ ഒരു ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കും. വെരി ഗുഡ്. ഒന്ന് പോ. கெமிஸ்ட்ரி படித்தவங்க உருவாக்கின நெருப்பு வேகமா எரியும். கட்டடத்தை ஏண்டா எரிச்ச பொறுக்கி. ஆனா இப்போ ஏன் எரிது எதுக்கு எரிது பார்க்க வருவாங்க இல்ல. உங்களுக்கு அரசாங்கத்தோட பிரச்சனை டெல்லிக்கு போய் உங்க எதிர்ப்பு தெளிவுபடுத்துங்க. டெல்லி தான் இந்தியாவா? தங்க இடம், நேரத்துக்கு சாப்பாடு, போட்டுக்கு நல்ல துணிமணி, கேட்கறப்பெல்லாம் காசு. அதான் போராட்டம் பண்றது. கொண்டியில கொழுப்பேறி போய் கிடக்கு. ஊர்வலம் அமைதியா தான் போயிட்டு இருக்கு. பிரச்சனை எதுவும் இல்லை சார். அப்ப பிரச்சனையை உருவாக்குங்க. இந்த நெருப்பு
அவன் எப்படி ஊருக்கு தான் போராடிட்டு இருக்கான். உங்க மக்களே உங்க மேல யுத்தம் நடத்துறாங்க. 4 காலி பயலுக ஒரு பில்டிங்க பத்த வச்சதும் டெல்லியில இருந்து கிளம்பி வந்திருக்கீங்க. அந்த காலி பயலுங்க தான் மக்களோட பார்வையில தலைவரா தெரியலாம்ல சார். இந்த ஊர்ல பதுங்கி இருக்கிற மாணவர்களை உடனே வெளியே அனுப்புங்க. 1 கோடி பேருக்கு கேட்கிற மாதிரி சுடுவோம். சத்தம் கேட்டு அவனே வருவான். Are you behind this? ரோஜி, we are not behind this. ஆனா இதை பண்ணவன் யாரா இருந்தாலும் அவன் என் தம்பி. ஆனா தமிழர்கள் ஹிந்திக்கு எதிரானவங்க இல்லைன்னு நான் நினைக்கிறேன். நாங்க ஹிந்தி திணிப்புக்கு தான் எதிரானவங்க, ஹிந்திக்கோ ஹிந்திக்காரங்களுக்கோ இல்லை. I need your orders. பொள்ளாச்சிலே அடிச்சு பொள்ளாச்சிலே போயிச்சிடும். ஆன்டி நேஷனல் செந்தமிழை காக்க பெரும் சேனை ஒன்று உண்டு. ഓ, ശിവകാർത്തികൻ്റെ 25ാമത്തെ പടമാണോ? ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ പിച്ചി പേടറിയിട്ട ഒരു രക്ഷയില്ല, അത് കലക്കിയിട്ടുണ്ട്. സംഗതി ട്രെയിലറിൽ തന്നെ കഥ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അഥർവയും SKയും ചേട്ടനും അനിയനുമാണ്. അഥർവ രവി മോഹൻ്റെ കൂട്ടത്തിൽ പോയി കുറേ തെറ്റുകൾ ചെയ്യുന്നു. പുള്ളി നല്ലവനാണെന്ന് കാണിച്ചുകൊണ്ട് ചീത്തക്കാര്യങ്ങൾ ചെയ്യുന്നു. അത് പുള്ളിയുടെ അത് കൂടി വരുന്ന സമയത്ത് ഇപ്പറേ ഒരു നേതാവ് ഉണ്ടായി വരുന്നു. ഒരു നേതാവ് ഉണ്ടാകുന്ന, ഒരു ലീഡർ ഉണ്ടാകുന്ന കഥേനെ പറ്റിയാണ് സംഭവം പറയാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഇനി റിയൽ ഇൻസിഡൻറ്റ് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. ഇതുവരെ ഞാനൊന്നും കേട്ടിട്ടില്ല. സോ ഇതൊരു ബുക്കിനെ അടിസ്ഥാനമാക്കിയാണോ അതോ ഒരു റിയൽ ഇൻസിഡൻറ്റിനെ അടിസ്ഥാനമാക്കിയാണോ എടുത്തിരിക്കുന്നത് എന്നുള്ളതും കാര്യവും അറിയില്ല. സോ ലെറ്റ് സി, പടം ഇറങ്ങിയതിന് ശേഷം നമുക്കത് പറയാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ഇതാണ് കഥയുടെ ഒരു പ്ലോട്ട്. സോ പരാശക്തി നല്ലൊരു വിജയമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ട്രെയിലർ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ റിയാക്ഷൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.